മന്ത്രി അറിയേണ്ടതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതോ ആയിട്ടുള്ളൊരു വിഷയമല്ല. പക്ഷെ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് കുറേയേറെ നാളായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും അവർ തമ്മിലുള്ള ഒരു ഈഗോ ഉണ്ടായതുകൊണ്ട് മാത്രം മുടങ്ങിക്കിടക്കുന്ന കണ്ടെയ്നർ ടെർമിനൽ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിംഗ് വിഷയം ബഹുമാനപ്പെട്ട കളക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ KICBയുടെയും ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർന്നു. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, മുൻപ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പഴി പറഞ്ഞുകൊണ്ടിരുന്നത് വാട്ടർ അതോറിറ്റിയാണ്, കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റിയാണ്. പക്ഷേ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു വൈദ്യുതി വകുപ്പ്. പക്ഷെ ഇന്ന് അവർ രണ്ടുപേരും തമ്മിൽ വലിയ മത്സരത്തിലാണ്, KCBയും വാട്ടർ അതോറിറ്റി. ആരാണ് ഏറ്റവും മോശമെന്നും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ പോലും പ്രോപ്പറായിട്ട് ഒരു മറുപടിയും ലഭിക്കാറില്ല. ഞാൻ ഈ കണ്ടെയ്നർ ടെർമിനൽ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ട് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. ആ റൂട്ടിൽ വൈദ്യുതി ഇല്ല എന്ന് മാത്രമല്ല, മുളവുകാട്, കടമക്കുടി, ചേരാനെല്ലൂർ, ഏലൂർ മുനിസിപ്പാലിറ്റി, ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ബന്ധപ്പെടുത്തുന്ന ഈ പ്രദേശത്ത് രൂക്ഷമായ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. ആന്റി സോഷ്യൽ എലിമെന്റ്സ്, ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഡംപ് ചെയ്യപ്പെടുന്ന ആസ്റ്റർ മെഡിസിറ്റി അടക്കമുള്ള പ്രദേശമുള്ള സ്ഥലങ്ങളിൽ വേസ്റ്റ് ഡംപിങ് നടക്കുന്നു. ഇതെല്ലാം നമ്മൾ MP ഫണ്ടിൽ നിന്ന് MLA ഫണ്ടിൽ നിന്നൊക്കെ ഹൈമാസ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം ഇത് വലിയൊരു കിലോമീറ്റർ സ്ട്രെച്ചുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ഇത് സംബന്ധിച്ച് ഇപ്പോഴും ട്രാൻസ്ഫോമറുകൾ വെക്കുന്നതിലും അതുപോലെ തന്നെ കേബിളിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. നേരത്തെ തന്നെ ട്രാൻസ്ഫോമർ വെക്കുന്നത് സംബന്ധിച്ച് അതിന്റെ റേറ്റ് വലിയ റേറ്റ് ആണ് KCB ചുമത്തിയത്. അത് നെഗോഷിയേറ്റ് ചെയ്ത് വീണ്ടും കുറച്ചു. ആ പണം കെട്ടിവെച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി. പക്ഷെ ഇപ്പോഴും അത് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നതിൽ MP ഫണ്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. MP ഫണ്ട് ഞങ്ങൾ ചോദിക്കുന്ന സ്ഥലത്തൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ MLA ഫണ്ട് അത് ചെലവഴിക്കാൻ നോംസ് അനുവദിക്കുന്നില്ല. സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് MLA ഫണ്ട് കൂടി കൊണ്ടുവരാൻ സാധിച്ചാൽ, മന്ത്രി കൂടി ഒരു താല്പര്യം എടുത്ത് അതിലൊരു അമെന്റ്മെന്റ് വരികയാണ്, നമുക്ക് കുറെ സ്ഥലങ്ങളിൽ പഞ്ചായത്തുകളിൽ ചെറിയ വഴികളിലൊക്കെ സ്ട്രീറ്റ് ലൈൻ വലിക്കാനുള്ള MLA ഫണ്ടുകൾ MP ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പര്യാപ്തമല്ല. ഒരുപാട് റിക്വസ്റ്റ് പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമറുടെ അപര്യാപ്തത. ട്രാൻസ്ഫോമർ വലിയ ഈ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ലൈനില് ഫോൾട്ട് വരുന്നുണ്ട്. പലപ്പോഴും വൈദ്യുതി ഇന്ററപ്ഷൻ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് പറവൂർ മുനിസിപ്പാലിറ്റി ഏരിയയിൽ നിന്ന് ഒരുപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി മണ്ഡലമാണ്, മുനിസിപ്പൽ ചെയർമാനും അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് ട്രാൻസ്ഫോമറുടെ അപര്യാപ്തത അല്ലെങ്കിൽ കൂടുതൽ ട്രാൻസ്ഫോമറുകൾ അനുവദിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സോളാർ പാനലുകൾ നമ്മളൊരു എനർജി ട്രാൻസിഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ വാദിക്കുന്നതും. ഇതിനെല്ലാം ഒരു പരിഹാരം അതാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്. സോളാർ 5 kV ആണ് നമ്മളുടെ എല്ലാം വീട്ടിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ സോളാറുമായി ബന്ധപ്പെട്ട വൈദ്യുതി ഉൽപാദനം ട്രാൻസ്ഫോമറുകൾക്ക് കപ്പാസിറ്റി ഇല്ല എന്നുള്ള പേരിൽ അത് അത്രയും നമുക്ക് ജനറേറ്റ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ സാധിക്കുന്നില്ല. ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സോളാർ ഉപയോഗിച്ചിട്ട് ഉയർന്നു വരുന്ന വലിയ വൈദ്യുതി ബില്ലും ഒരു വലിയ ആശങ്ക വളർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ മന്ത്രിയുടെ ശ്രദ്ധ വേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നിവിടെ പറഞ്ഞത്.